ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയോട് ആകെ മൊത്തം ചൂടായിട്ടാണ് സംസാരിക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്തവരല്ല, തെറ്റ് ചെയ്യാൻ കൂട്ടു നിൽക്കുന്നവരാണ് യഥാർത്ഥ പ്രതികൾ. എടീ, എൻ്റെ കൂടെ കഴിഞ്ഞ നിനക്ക് എന്നോടെങ്കിലും സത്യം പറയാമായിരുന്നു. നിൻ്റെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. എങ്കിലേ അവരോടെങ്കിലും പറയായിരുന്നു. അപ്പം നയനസ് കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മ ചേച്ചി ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോയതിനു ശേഷം ഞാൻ പറയാനിരിക്കുകയായിരുന്നു. നേനെ മുഴുമിപ്പിക്കാൻ അനുവദിക്കുന്നതിന് മുന്നേ ആദർശ് ദേഷ്യത്തോടെ പറയാണ്, ഇരിക്കുകയായിരുന്നു, നിൽക്കുകയായിരുന്നു, നീ പറഞ്ഞോ? ഇല്ലല്ലോ. ഇനി നിന്നെ എൻ്റെ കൺമുന്നിൽ കാണരുത്. ഒക്കെ കേൾക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെയാണ് നേന നിൽക്കുന്നത്. നേന പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തമ്മിൽ പിരിയാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആദർശ് വെറുപ്പോടെ പറയുന്നുണ്ട്, ഉണ്ടാവുകയല്ല, നീ ഉണ്ടാക്കുകയാ. എൻ്റെ മുത്തശ്ശൻ്റെ അവസ്ഥ എല്ലാവരും അറിഞ്ഞല്ലോ. മുത്തശ്ശൻ എന്താ അസുഖം എന്ന് അറിഞ്ഞല്ലോ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ സഹിച്ചത്. അപ്പോൾ നേന കരഞ്ഞുകൊണ്ട് പറയാണ്, അറിയാം, എനിക്കെല്ലാം അറിയാം. അപ്പോൾ ആദർശ് പറയാ ദേഷ്യത്തോടെ, എന്നാ ഒന്നുകൂടി അറിഞ്ഞോ, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അറിയായിരുന്ന കാര്യമാണെങ്കിലും ആദർശിൻ്റെ നാവിൽ നിന്ന് വീണ്ടും അത് കേൾക്കുന്ന സമയത്ത് നേനക്കൊരു ഷോക്കാവുകയാണ്. അപ്പോൾ ആദർശ് വീണ്ടും പറയുന്നുണ്ട്, ഭാര്യ എന്നൊരു പദവി പോലും ഇനി ഉണ്ടാവില്ല. കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ടും നിന്നെ വിവാഹം കഴിച്ച ശേഷം പല കള്ളങ്ങളും എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ അമ്മയോട് പോലും. പക്ഷേ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ കൈവെള്ളയിലാണ് കൊണ്ടു നടന്നത്. നിന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. എടീ, നീ ഒരു ദിവസം ഇവിടുന്ന് പിണങ്ങിപ്പോയി ക്ഷേത്രത്തിലിരുന്നില്ലേ, അന്ന് പ്രാണം കളഞ്ഞ് അവരവിടെ ഓടിയെത്തിയത്. ആദർശിൻ്റെ ഓരോ വാക്കുകളും നേനയുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നതായിരുന്നു. നേന പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ ആദർശ് വീണ്ടും പറയുന്നുണ്ട്, അതിനുശേഷം നിന്നെ ഇവിടെ കൊണ്ടുവിട്ടതിന് ശേഷം എന്നെ കൊണ്ട് വീണ്ടും സത്യം ചെയ്യിപ്പിച്ചു, ഒരു കാരണവശാലും നിന്നെ ഇനി വേദനിപ്പിക്കരുതെന്ന്. ഇന്നിപ്പോൾ മുത്തശ്ശൻ ഇത്രയും സീനുണ്ടാക്കിയതും നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാ. അതാടി നിൻ്റെ ബലം. എടീ, എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കരയിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. ഇത്രയും ദിവസം നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാ എൻ്റെ അച്ഛൻ. ഇപ്പോൾ ആ അച്ഛന് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് വെറുപ്പായിരിക്കും. അപ്പോഴും കരഞ്ഞുകൊണ്ട് നേന പറയുന്നുണ്ട്, ഞാൻ അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം പോവാൻ തയ്യാറായത്. പക്ഷേ മുത്തശ്ശൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ എനിക്ക് പോവാൻ തോന്നിയില്ല. അത് കേട്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതുതന്നെയാണ് നീ മുറുകെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ നിനക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. അത് നമ്മൾ പരിചയപ്പെട്ട നാൾ മുതൽ അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന് ഒരുപാട് ഉയർച്ചകളുണ്ടാവുമ്പോൾ, അവൻ എല്ലാ സൗഭാഗ്യങ്ങളും കൈവരുമ്പോൾ അവനെ വേദനിപ്പിക്കാൻ ജീവിതത്തിൽ പല സംഭവങ്ങളുണ്ടാവും. ആരെങ്കിലുമൊക്കെ കടന്നു വരും. അങ്ങനെ എൻ്റെ സന്തോഷം കളയാൻ വേണ്ടി, എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി, എന്നെ കരയിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു വിട്ടതാ നിന്നെ. നേന നെഞ്ചു പൊട്ടിയാണ് ആദർശ് പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, അതുകൊണ്ട് ഇനി എനിക്ക് വിഷമമൊന്നുമില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാടുണ്ടാവും. എന്നെ കരയിക്കാൻ വേണ്ടിയിട്ട് നിന്നെപ്പോലൊരു ഭാര്യയെ, സോറി, ആ വാക്ക് ഇനി പറയാത്തതാണ് നല്ലത്. നിന്നെപ്പോലൊരു പെണ്ണിനെ ദൈവം എനിക്ക് തന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയാ. അത് ഞാൻ 100% മനസ്സിലാക്കി കഴിഞ്ഞു. ഒക്കെ കേട്ടതിന് ശേഷം കരഞ്ഞുകൊണ്ട് നേന പറയാണ്, മുത്തശ്ശന് വേണ്ടിയാ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഈ വീടും അടുക്കളക്കാരിയൊക്കെ നോക്കുന്ന ഒരു അടുക്കളക്കാരിയുടെ പരിഗണനയെങ്കിലും ആദർശേട്ടന് തന്നൂടെ? ഞാനിവിടെ ഏതെങ്കിലും മൂലക്ക് ചടഞ്ഞു കൂടിക്കോളാം. രാത്രിയാകുമ്പോൾ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഈ മുറിയിലേക്ക് വന്നോളാം. അല്ലെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ ആദർശം ദേഷ്യത്തോടെ പറയാണ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഇനി നിനക്ക് ഒരു പരിഗണനയും എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് നീയും നിൻ്റെ കുടുംബവും കൂടി തകർത്തു ഈ അനന്തപുരി തറവാടിനെ, ഇവിടുത്തെ അംഗങ്ങളെ. അത് ഈ ജന്മത്തിൽ മറക്കാൻ പറ്റില്ല എനിക്ക്. നേനയോടുള്ള വെറുപ്പോടു കൂടിയാണ് ആദർശ് അവിടുന്ന് പോകുന്നത്. നേന ആദർശ് പോയതിനു ശേഷവും പൊട്ടി പൊട്ടി കരയാണ്. അതേസമയം അഭിയും ജലജയും കൂടെ സംസാരിക്കുകയാണ്. അഭി ജലജയോട് പറയുന്നുണ്ട്, അമ്മ കുറച്ചുകൂടി ബോൾഡ് ആവണമായിരുന്നു, കുറച്ചുകൂടി കടുംപിടുത്തം കാണിക്കണമായിരുന്നു, എങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. അപ്പം ജലജ ദേഷ്യത്തോടെ പറയാണ്, മിണ്ടരുത് നീ. അവൾ പേടും കെട്ടി വെച്ച് ഇത്രയും കാലം നിൻ്റെ കൂടെ കഴിഞ്ഞതോ? എന്നിട്ട് അത് മനസ്സിലാക്കിയോ നീ? എവിടുത്തെ ഭർത്താവാ നീ? അവൾ എന്താ കഴിക്കുന്നത്, കുടിക്കുന്നത് എന്നുപോലും നിനക്കറിയില്ലല്ലോ. അവൾ പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണവും കാണിച്ചിട്ടില്ല. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുപോലെ അവൾ ബിഹേവ് ചെയ്തിട്ടില്ല. അതൊക്കെ നിനക്കറിയാം. എന്നിട്ട് നീ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയോ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടോയെന്ന്? സ്വന്തം ഭാര്യ പാഡ് കെട്ടി വെച്ച് നടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭർത്താവാണ് എന്നെ വിമർശിക്കുന്നത്. ജലജ ദേഷ്യത്തോടെ അബിയോട് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, സംഭവിച്ചു പോയമ്മേ. കള്ളങ്ങൾക്ക് കൈയും കാലും വെച്ചവരാണ് കനകയും അവരുടെ മക്കളും. എന്നിട്ടും ഇപ്പോഴും നിൻ്റെ മുത്തശ്ശൻ അവരെ പോവാൻ അനുവദിക്കുന്നില്ലല്ലോ. അവൾ പുറപ്പെട്ടു പോയപ്പോൾ തളർന്നിരിക്കുമായിരുന്നു നിൻ്റെ മുത്തശ്ശൻ. അപ്പോൾ അബി പറയുന്നുണ്ട്, മുത്തശ്ശന് ക്യാൻസർ അല്ലേ അമ്മേ?
അതുപോലും കള്ളാണോന്നാ എൻ്റെ ഇപ്പോഴത്തെ സംശയം. അവളുമാരെ ഇവിടെ നിർത്താൻ വേണ്ടി അച്ഛൻ ആക്ട് ചെയ്യുവാണോന്നാ എൻ്റെ ഒരു സംശയം. അപ്പോൾ അബിയും സംശയത്തോടെ പറയാണ്, അങ്ങനെ എനിക്കും തോന്നാതില്ല. പിന്നെ ഇതുപോലുള്ള രോഗങ്ങൾ ഇല്ലാണ്ട് ആരെങ്കിലും ഉണ്ടെന്ന് പറയുമോ? അബി സംശയത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എടാ അച്ഛൻ്റെ സമയം ഏതാണ്ട് കഴിയാറായി. അച്ഛന് 10-75 വയസ്സായി. ഇനിയിപ്പോൾ മരിക്കുന്നതിന് മുമ്പ് കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും കൂടെ കൂട്ടി യോജിപ്പിക്കണം എന്നായിരിക്കും അച്ഛനും അമ്മയൊക്കെ തീരുമാനിക്കുന്നത്. സ്വത്തെല്ലാം എഴുതി വെച്ചിട്ട് അങ്ങേർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇതുപോലൊരു കാരണവർ ഏതെങ്കിലും കുടുംബത്തിൽ കാണുമോ? അവളുമാരെ സ്നേഹിക്കുന്ന അച്ഛനോട് എനിക്കൊരു സ്നേഹവും ഇല്ല, സിമ്പതിയും ഇല്ല. അപ്പോൾ അബിയും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ്. ഇനി ഈ ബാധകൾ എങ്ങനെയാണ് നമ്മൾ ഒഴിപ്പിച്ച് വിടുന്നത് അമ്മേ? അവൾക്കിനി ഒരു സ്ഥാനവും നീ കൊടുക്കരുത്. അവളെ നീ ഇനി സ്നേഹിക്കരുത്, ജലജ പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോഴും ചെയ്യുന്നില്ലല്ലോ, എന്നിട്ടും അവൾക്കൊരു കൂസലും ഇല്ലല്ലോ. അപ്പോൾ ജലജ പറയാ, അതാണ് സത്യം. ആ നയന എന്ന് പറയുന്നവൾക്ക് കുറച്ചെങ്കിലും മാന്യതയുണ്ട്. അവൾ കാണിക്കുന്നതൊക്കെ അഭിനയമാണെങ്കിലും ഇപ്പോൾ ഇവിടെ സംഭവിച്ചതിലൊക്കെ അവൾക്ക് സങ്കടമെങ്കിലും ഉണ്ട്. അതൊന്നും ഇല്ലാത്തവള് നവ്യ എന്ന് പറയുന്നവളാ. അവൾക്കൊരു കൂസലും ഇല്ല. അവൾ തൻ്റെ ഇടത്തോടെ എല്ലാവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അബി പറയാ, അവളുടെ തൻ്റെ ഇടം ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കാം. ഫ്രോഡ്, നമ്പർ 1 ഫ്രോഡ്. അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയാണ്, അത് എന്നോടല്ല പറയേണ്ടത്, അവളുടെ മുന്നിൽ പോയി പറയടാ. നിന്നെപ്പോലൊരു തോൽവിയായ മകൻ എൻ്റെ വയറ്റിൽ ജനിച്ചതാണ് എൻ്റെ എല്ലാ പരാജയങ്ങൾക്കും കാരണം. വയറ്റിൽ പാഡ് കെട്ടിവെച്ചിട്ട് കുഞ്ഞുണ്ടെന്ന് പറയുന്നവളെ എത്ര കാലം നീ സഹിക്കുവടാ? എത്ര കാലം നിനക്ക് അവൾക്കൊപ്പം ജീവിക്കാൻ പറ്റും? ജലജ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അബിയോട്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം അവളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നവ്യയുടെ അടുത്തേക്ക് പോകുന്നത്. നവ്യ ഫോണിലൊക്കെ എന്തൊക്കെയോ കളിച്ചുകൊണ്ട് കൂളായിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അബി വന്നിട്ട് ദേഷ്യത്തോടെ പറയാണ്, ഫ്രോഡ് ഫ്രോഡ് ഫ്രോഡ്, ഭൂലോക ഫ്രോഡ്. അപ്പോഴേക്കും നവ്യ എഴുന്നേറ്റിട്ട് പറയും, അങ്ങനെയെങ്കിലേ നീ അതിനേക്കാളും വലിയ ഫ്രോഡാ, ഭൂലോക ഫ്രോഡ്. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ തഴിയിടാൻ തോന്നുന്നോടി. എന്നിട്ട് നവ്യക്ക് നേരെ കൈ വലിച്ചടിക്കാൻ വേണ്ടി ഓങ്ങുകയാണ്. അപ്പോഴേക്കും നവ്യ കയ്യിലേക്ക് കടന്നു പിടിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ അബിയോട് പറയാണ്, എൻ്റെ അനിയത്തി എന്നെ തല്ലി, അതിനുള്ള അർഹത അവൾക്കുണ്ട്. നിനക്കോ നിൻ്റെ അമ്മയ്ക്കോ എൻ്റെ ദേഹത്ത് കൈവെക്കാൻ എന്താ അർഹതയുള്ളത്? അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, നീ എന്താ അർഹതയാടി കാണിച്ചത്? ഒരു കുടുംബത്തെ മുഴുവൻ നീ തകർത്തില്ലേ? അങ്ങനെ ഒരു കുടുംബത്തെ മുഴുവൻ തകർത്തെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നീ മാത്രാ. നടന്നതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിവ് കെട്ടവനാ നീ. ഈ കുടുംബത്തിൻ്റെയും മൂർത്തീസ് ജ്വല്ലറിയുടെയും നെടുന്തൂൺ എന്ന് പറയുന്നത് നിൻ്റെ ഏട്ടനാ. എന്നിട്ട് നീ പറഞ്ഞത് എന്തൊക്കെയാ? ഇതുപോലെ കള്ളം പറയുന്ന ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിൻ്റെ ഏട്ടനൊരു ജെന്റിൽമാനാ, എന്നിട്ട് നീ എന്നെ തല്ലാൻ വന്നിരിക്കുന്നു. നീ എൻ്റെ അല്ല, ഞാൻ നിൻ്റെയാ കരണത്തടിക്കേണ്ടത്. അപ്പോൾ അബി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇന്ന് ഒരുത്തി വന്ന് നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞല്ലോ, അവരാണ് ഇതിനെയൊക്കെ പിന്നിൽ. അപ്പം നവ്യ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ വെറുതെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തരുത്, അമ്മ ഇക്കാര്യത്തിൽ നിരപരാധിയാ. അപ്പോൾ അബി അവളുടെ മുഖത്ത് നോക്കി പറയാണ്, അതെ, എല്ലാവരും നിരപരാധികളാ, ഞാനും എൻ്റെ അമ്മയാണ് തെറ്റ് ചെയ്തത്. അതിന് നവ്യ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, വയറ്റത്ത് പാഡ് കെട്ടിവെച്ചിട്ട് നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് നിനക്കറിയാലോ? അങ്ങനെ പറഞ്ഞെങ്കിലേ കണക്കായിപ്പോയി. നീ എന്നോട് പറഞ്ഞ കള്ളത്തരത്തിന് എനിക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു. എന്നെ ഒഴിവാക്കിയിട്ട് നീ എൻഗേജ്മെൻറ്റ് നടത്തിയില്ലേ? എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് നീ വേറൊരു പെണ്ണിൻ്റെ കഴുത്തിൽ കൂടെ താലി കെട്ടാൻ പോകുമ്പോൾ പിന്നെ ഞാൻ എന്താ വേണ്ടേ? നിന്നെപ്പോലുള്ളവന്മാരുടെ അടുത്ത് ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. വലിയ കുടുംബത്തിൽ പിറന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. പണവും കുടുംബ മഹിമയുണ്ടെന്ന് കരുതി സംസ്കാരം ഉണ്ടാവണം എന്നില്ല. അപ്പോഴേക്കും അബിക്ക് ചൂടാവുകയാണ്. അബി പറയുന്നുണ്ട്, നിർത്തടി. സകല കൊള്ളരുതമ്മികളും കാണിച്ചിട്ട് അവളിനി എന്നെ എൻ്റെ കുടുംബത്തെയും കുറ്റപ്പെടുത്തുക. അപ്പോൾ ദേഷ്യത്തോടെ തന്നെ നവ്യം പറയും, നിൻ്റെ കുടുംബത്തെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഈ കുടുംബത്തിൽ 2 ചവറുകളുണ്ട്, അതിലൊന്ന് നീയാ, പിന്നൊന്ന് ആരാന്ന് നിനക്കറിയാലോ. അപ്പോൾ അബി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, പറയടി, എൻ്റെ അമ്മയാന്ന് പറയടി. ദേ, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ തല്ലാനോ കൊല്ലാനോ വന്നാ കോടതി കയറ്റും ഞാൻ. ഇത് കാലം വേറെയാ. അബിയുടെ മുഖത്ത് നോക്കിയിട്ടൊരു വാണിംഗ് കൊടുത്തുകൊണ്ടാണ് നവ്യ അവിടുന്ന് പോകുന്നത്. ആദർശ് പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിച്ചുകൊണ്ട് ഗാർഡനിൽ ചെന്ന് സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് നയന. ഒന്നുകൂടി അറിഞ്ഞോ, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല, ഭാര്യ എന്ന പരിഗണന പോലും ഉണ്ടാവില്ല. ആദർശിൻ്റെ വാക്കുകൾ നയനയുടെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുകയാണ്. അത് ഓർത്തോർത്താണ് നയന കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ടായിരുന്നു. ജാനകി വന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട, മോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, മോള് കുടുംബത്തിൽ സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാണ്, അതായത് ഈ വീട്ടിലായാലും മോളുടെ കുടുംബത്തിലായാലും നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മോൾ ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞതെന്നൊക്കെ ഞങ്ങൾക്കറിയാം.
അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നയനക്ക്. പക്ഷെ അപ്പോഴും നയന സങ്കടത്തോടുകൂടി പറയുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇളയമേ, എനിക്കറിയാം മോളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ പറയുകയാണ്, അച്ഛനും അമ്മ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, മോള് ചെന്നിട്ട് എന്തെങ്കിലും കൊടുക്കുക, ഞങ്ങൾ ആര് പറഞ്ഞിട്ടും അവർ കഴിക്കുന്നില്ല, മോള് പോയാലേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അവർ സ്നേഹത്തോടെ അനുനയിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുകയാണ്. അപ്പം നയന മുറിയിലേക്ക് ഭക്ഷണം കൊണ്ട് പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, വാ നമുക്ക് താഴേക്ക് പോവാം, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വേണ്ടാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പം നയന അങ്ങോട്ടേക്ക് പോയിട്ട് പറയുന്നുണ്ട്, താഴത്തേക്ക് വരുമൊന്നും വേണ്ട, ഭക്ഷണമൊക്കെ കൂടി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളേ എന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ഞി അവർക്ക് കൊടുക്കുകയാണ്. അപ്പം മുത്തശ്ശൻ കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശിയോട് നയന ചോദിക്കുകയാണ്, മുത്തശ്ശിക്കുള്ള ഭക്ഷണം കൂടെ എടുക്കട്ടെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട, പണ്ടത്തെ കാലത്തൊക്കെ ഒരു ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഭാര്യമാർ കഴിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഇനി അത് ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കാരണം ഞങ്ങളുടെ സ്നേഹം അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറകളുടെ കുട്ടികൾക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല, അപ്പോൾ അത് കാണിക്കാനൊക്കെ വേണ്ടി ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കഞ്ഞി വസുന്ധരക്ക് കൂടെ വാരി കൊടുക്കുകയാണ്. അപ്പോൾ അവർ എന്താ ഇതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അല്പം ഭക്ഷണം വാരി തന്നെന്ന് വിചാരിച്ച് തനിക്ക് എന്താ കുഴപ്പം, അങ്ങനെയെങ്കിലും കണ്ടിട്ട് ഇന്നത്തെ കുട്ടികൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ്. അപ്പോൾ അവരത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് നയന സ്നേഹത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ നയനയോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട, കാരണം ആദർശിൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. പലപ്പോഴും ആദർശ് മോളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ മോള് സഹിച്ചിട്ടില്ലേ, അന്ന് തന്നെ ഒരു ദിവസം മോള് ക്ഷേത്രത്തിൽ പോയി ഇരുന്നത് എന്തുകൊണ്ടാണ്, ആദർശ് മോളോട് കള്ളങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, മോളിപ്പോൾ മോക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ചേച്ചി അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തത് കൊണ്ടാണല്ലോ ഇത് ചെയ്തത്. പിന്നെ ഇവിടെ എല്ലാവർക്കും മോളോട് ദേഷ്യം ഉണ്ടാവും, ഇപ്പം എന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ടോ ആയിരിക്കാം പലരും അംഗീകരിച്ച് മോളെ ഇവിടെ താമസിപ്പിക്കുന്നുണ്ടാവുക. പക്ഷെ എല്ലാവർക്കും മോളോട് ദേഷ്യം ഉണ്ടാവും, സാരമില്ല, അതൊക്കെ മാറിക്കോളും, സമയമെടുക്കും, പക്ഷേ മാറിക്കോളും എന്നൊക്കെ നേനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ നേനെ പറയുന്നുണ്ട്, എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, അങ്ങനെയൊക്കെ ചേച്ചി പറഞ്ഞാലും ഞാൻ അതിന് കൂടെ നിൽക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പം ആദർശിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നതും. ആദർശിന് മോളോടുള്ള അമർഷം പെട്ടെന്നൊന്നും മാറില്ല. അപ്പം നയന പറയുന്നുണ്ട്, അതിന് ആദർശേട്ടന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ ചെയ്ത തെറ്റ് അത്രയ്ക്ക് വലുതായിരുന്നു, ആദർശേട്ടൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് വന്നപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഞങ്ങൾ നിന്നെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശ് അടുത്ത് വന്നപ്പോൾ മുത്തശ്ശൻ പറയാണ്, മോള് ചെയ്തത് വലിയ തെറ്റാണെന്ന് മോൾ അംഗീകരിച്ച് കഴിഞ്ഞു, എന്നാൽ അതിനേക്കാളും മുന്നേ നീ ഒരുപാട് തെറ്റ് മോളോട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആര് പറഞ്ഞു, നീയും ആവശ്യത്തിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാണ്, എന്താണെന്ന് പറയാതെ മനസ്സിലാക്കണം, ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണോ നീ മോളെ വെറുത്തത്, അതിനു മുൻപും അങ്ങനെ സംഭവിച്ചിട്ടില്ലേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ, അത് വെറും വാക്കാവരുത്, പറഞ്ഞത് പാലിക്കണം, ഇവിടെ നടന്നതെല്ലാം മനസ്സിൽ കൂട്ടിവെച്ച് എൻ്റെ മുന്നിൽ അഭിനയിക്കരുത്. ശരിയാ നിങ്ങളൊക്കെ പറയുന്നത്, ഈ വീട്ടിലിപ്പോൾ എനിക്ക് മക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും ഒക്കെ ഇഷ്ടം നയനമോളെയാ, എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും നയനമോളുടെ അടുത്തെത്താനുള്ള സ്വഭാവ മഹിമയൊന്നുമില്ല. അപ്പോൾ ആദർശ് വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് കേട്ട് നിൽക്കുന്നത്. അത് കണ്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്താണ് ആലോചിക്കുന്നതൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ എൻ്റെ വാക്ക് മാറ്റി പറയില്ല. അപ്പോൾ ആദർശ് പറയാണ്, ഞാൻ മുത്തശ്ശനൊരു വാക്ക് തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ഞാൻ പാലിച്ചിരിക്കും, മുത്തശ്ശൻ ആഹാരം കഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അയാൾ കഞ്ഞി കുടിച്ചുകൊണ്ട് തന്നെ നയനോട് പറയുകയാണ്, അവൻ്റെ മനസ്സിൽ ഭാരം ഒഴിഞ്ഞു പോകാൻ കുറച്ച് സമയമെടുക്കും, അന്ന് അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ മോളോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇടഞ്ഞു നിൽക്കുന്ന ഭർത്താവിനെ തളയ്ക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാണ്, തിരിച്ചും അങ്ങനെ തന്നെ വേണം, അല്ലാതെ ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോൾ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നത് തൽക്കാലത്തേക്കൊരു ആശ്വാസമാവും, എന്നാൽ ജീവിതം എന്നത് ഇന്നും നാളെയും കൊണ്ട് അവസാനിക്കുന്നതല്ല, ആണും പെണ്ണും വേർപിരിയുമ്പോൾ സഹായത്തിനായി ഒരുപാട് പേര് അടുത്തുകൂടും, എന്നാൽ അവരൊക്കെ ചെറിയൊരു കാലത്തേക്ക് മാത്രം നമ്മുടെ അടുത്ത് നിൽക്കുന്നവരാ, അവരുടെ പ്രാരാബ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും കൂടുമ്പോൾ അവർക്ക് നമ്മളൊരു ഭാരമായി തീരും, ആ സത്യം എല്ലാ ദമ്പതിമാരും അറിഞ്ഞിരിക്കേണ്ടതാ. മുത്തശ്ശൻ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ നയന കേൾക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ ആ സമയത്ത് ആദർശിൻ്റെ വാക്കുകളാണ് വരുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ നിനക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്, അത് നമ്മൾ പരിചയപ്പെട്ട നാൾ മുതൽ അങ്ങനെ തന്നെയാ. ഒരു മനുഷ്യന് ഒരുപാട് ഉയർച്ചകളുണ്ടാകുമ്പോൾ, ഒരുപാട് വിജയങ്ങളുണ്ടാകുമ്പോൾ അവനെ വേദനിപ്പിക്കാൻ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ കടന്നു വരും. അങ്ങനെ എൻ്റെ സന്തോഷം കളയാൻ വേണ്ടി, എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി, എന്നെ കരയിപ്പിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു വിട്ടതാ നിന്നെ. ആ വാക്കുകളാണ് നയനയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഒരു ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.